ലൂയിസ് ഹാമിൽട്ടൺ 2013 മെക്ലറിനിൽ നിന്ന് മെഴ്സിഡസിലേക്ക് മാറാനെടുത്ത തീരുമാനം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാണ്ട് 12 വർഷങ്ങൾക്കിപ്പുറം തന്റെ 40-ാം വയസ്സിൽ 2024 മെഴ്സിഡസിൽ നിന്ന് ഫെറാറിയിലേക്ക് മാറാനെടുത്ത തീരുമാനവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കാരണങ്ങൾ രണ്ടാണെന്ന് മാത്രം. സീസണിലെ അവസാന മത്സരത്തിൽ 4-ാമനായി ഫിനിഷ് ചെയ്ത വികാരഭരിതനായാണ് മെഴ്സിഡസിൽ നിന്നും ലൂയിസ് ഹാമിൽട്ടൺ പടിയിറങ്ങിയിരിക്കുന്നത്. 2007 മെക്ലറിനൊപ്പമാണ് ലൂയിസ് ഹാമിൽട്ടൺ ആദ്യമായി ഫോർമുല 1ലേക്ക് എത്തുന്നത്. ഫോർമുല 1-ലെത്തുന്ന ആദ്യ കറുത്ത വംശജൻ. ഏറ്റവും കൂടുതൽ പോയിന്റുകളും വിജയങ്ങളുമായി അരങ്ങേറ്റം തന്നെ ഗംഭീരമാക്കി. 2012 വരെ മെക്ലറിനിൽ തുടർന്നു. 2013 മെഴ്സിഡസിലേക്ക് വരാൻ തീരുമാനമെടുത്തു. അന്ന് വരെ ഫോർമുല 1-ൽ വലിയ വിജയങ്ങൾ നേടിയിട്ടില്ലാത്ത മെഴ്സിഡസിലേക്കുള്ള കൂടുമാറ്റം വളരെ വലിയ ചർച്ചയായിരുന്നു. വലിയ റേസിംഗ് പാരമ്പര്യമില്ലാത്ത മെഴ്സിഡസിലേക്കുള്ള ഹാമിൽട്ടന്റെ ഈ വരവിനെ ചൂതാട്ടമെന്നാണ് പലരും വിശേഷിപ്പിച്ചത്. എന്നാൽ 2017 മുതൽ 2020 വരെ തുടർച്ചയായ 4 കിരീടങ്ങൾ നേടി തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഹാമിൽട്ടൺ തെളിയിച്ചു. ഇന്ന് 7 കിരീടങ്ങൾ നേടി മൈക്കിൾ ഷൂമാക്കറിന്റെ റെക്കോർഡിനൊപ്പമാണ് ഹാമിൽട്ടൺ ഉള്ളത്. എന്നാൽ മെഴ്സിഡസിലേക്ക് വന്നതിന് വലിയ ഞെട്ടൽ സമ്മാനിച്ചാണ് തന്റെ 40-ാം വയസ്സിൽ ഹാമിൽട്ടൺ ഫെറാറിയിലേക്ക് വരുന്നത്. മെഴ്സിഡസിനെ മെഴ്സിഡസ് ആക്കിയ ഹാമിൽട്ടൺ എന്തിന് പടിയിറങ്ങുന്നു എന്നതാണ് ചോദ്യം. അതും ചിരവൈരികളായ ഫെറാറിയിലേക്ക്. 2021 ഹാമിൽട്ടൺ മെഴ്സിഡസിനൊപ്പം അവസാനമായി ഒരു ജയം നേടുന്നത്. തുടർച്ചയായ 3 ചാമ്പ്യൻഷിപ്പുകളിൽ റെഡ്ബുളിന്റെ വെസ്റ്റപ്പനോട് പരാജയപ്പെട്ടു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ കൂടുമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാവുക. കാർ മേക്കേഴ്സുമായുള്ള തർക്കമാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് പറയപ്പെടുന്നത്. തുടർ തോൽവികൾ ഉണ്ടായ സമയത്ത് തന്നെയാണ് മെഴ്സിഡസ് തന്റെ കാർ മേക്കിങ്ങിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത്. വീൽ ബേസിലും ഫ്ലോറിലും വലിയ മാറ്റങ്ങൾ വരുത്തി. 2023 സീസണിൽ തന്നെ ഹാമിൽട്ടൺ മെഴ്സിഡസിനോട് ഈ കാര്യങ്ങൾ വ്യക്തമായി പ്രതികരിച്ചിരുന്നു. ഒരുപാട് കാറുകൾ ഓടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു കാറിന് എന്ത് വേണമെന്നും എന്ത് വേണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ തുടർ തോൽവികളുടെ ഉത്തരവാദിത്തങ്ങൾ മെഴ്സിഡസ് തന്നെ ഏറ്റെടുക്കണമെന്ന് വളരെ നിശിതമായി അന്ന് ഹാമിൽട്ടൺ വിമർശിച്ചിരുന്നു. ഒടുവിൽ അബുദാബി ഗ്രാൻഡ് പ്രിക്സിൽ മെഴ്സിഡസിനായുള്ള തന്റെ അവസാന ഓട്ടത്തിൽ 16-ൽ നിന്ന് 4-ാമനായി ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് മെഴ്സിഡസിനൊപ്പമുള്ള സമയം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായി കണക്കാക്കുന്നുവെന്ന് പറഞ്ഞ അവസാന ഓട്ടത്തിന് ശേഷം കാറിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് വികാരഭരിതനായാണ് ഹാമിൽട്ടൺ പടിയിറങ്ങുന്നത്. 105 വിജയങ്ങളാണ് ഇക്കാലയളവിൽ ഹാമിൽട്ടന്റെ സമ്പാദ്യം. എന്തൊക്കെ കാരണങ്ങളാലാണോ എന്തൊക്കെ ആവശ്യങ്ങളാലാണോ ഹാമിൽട്ടൺ മെഴ്സിഡസ് വിടുന്നത് അതൊക്കെയും നൽകാൻ ഫെറാറിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഫെറാറിയിൽ ഹാമിൽട്ടന്റെ ഭാവി എന്താകുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.